SNDP യോഗം കായംകുളം യൂണിയനിലെ ഞക്കനാൽ 413 നമ്പർ ശാഖായോഗത്തിൽ തെരഞ്ഞെടുപ്പ് വാർഷിക പൊതുയോഗം നടത്തി. യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ അധ്യക്ഷനായി. SNDP യോഗം കായംകുളം യൂണിയനിലെ കൃഷ്ണപുരം ഞക്കനാൽ 413 നമ്പർ ശാഖായോഗത്തിലെ തെരഞ്ഞെടുപ്പ് വാർഷിക പൊതുയോഗം നടന്നു. യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാലിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ഈ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ കണ്ടെത്തി അവരെ സഹായിക്കുന്ന ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കണം. ഒരുപാട് സമ്പന്നരായ ആൾക്കാർ നമ്മുടെ ഈ ശാഖായോഗത്തിലുണ്ട്. ആ സമ്പന്നരായ ആൾക്കാരെ കണ്ട് സാമ്പത്തികമായി ദുരിതമനുഭവിക്കുന്ന രോഗബാധിതരായി ആശുപത്രി വാസം നടത്തുന്ന ആൾക്കാരെ സഹായിക്കുന്ന ഒരു നിലപാട് നമ്മൾ എടുക്കണ്ടേ? അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സമ്പന്നരെ പോയി കണ്ട് അവരിൽ നിന്ന് കിട്ടാവുന്ന പണം വാങ്ങി അവരെ സഹായിക്കണം. അപ്പോൾ അവരെ സഹായിക്കുന്ന മീഡിയേറ്റർമാരായി ശാഖയുടെ ഭാരവാഹികൾ മാറണം. അപ്പോൾ അങ്ങനെ ശാഖായോ ആൾക്കാരെ വിശ്വാസത്തിലെടുക്കണം. അപ്പോൾ മീഡിയേറ്റർമാരായി നിൽക്കുമ്പോൾ നമ്മളെ വിശ്വസിക്കുന്ന ആൾക്കാരായി അവർ മാറണമെങ്കിൽ നമ്മുടെ പ്രവർത്തനം ആ നിലയിൽ പോകണം. അല്ലാതെ ഈ രണ്ട് കാര്യം മാത്രം സംഘടനാ പ്രവർത്തനത്തിൻ്റെ കാര്യമൊന്നുമല്ല. ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഇടപെടുവാൻ പറ്റുന്ന ഒരു സംഘടനയായിരുന്നു. ഇതൊരു സാമൂഹിക സംഘടനയാണ്, ഒരു ആധ്യാത്മിക സംഘടനയാണ്. ആ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മാനസിക സന്തോഷം വേറെ ഒരു സംഘടനയും കിട്ടുന്നില്ല. നമ്മൾ ഈ യോഗം തുടങ്ങിയത് ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ചൈതന്യം വരുത്തിയാണ് നമ്മൾ ഈ യോഗം ആരംഭിക്കുന്നത്. ഇതുപോലെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തിലുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എല്ലാവർക്കും വേണ്ടി ആത്മാഭിമാനത്തോടെ പ്രവർത്തിക്കാൻ പറ്റുന്ന കേരളത്തിലെ ഏക സംഘടന SNDP യോഗം. ആ SNDP യോഗത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അഭിമാനകരമാണ്. അപ്പോൾ അത് ഭഗവാൻ നമുക്ക് കിട്ടുന്ന അവസരമായി കാണണം. 3 വർഷത്തെ കാലത്തേക്ക് ഭഗവാനാണ് നമുക്ക് അവസരം തരുന്നത്. ഈ ശാഖ ഇപ്പോൾ സെക്രട്ടറി പറഞ്ഞ പോലെ കായംകുളം യൂണിയൻ്റെ തെക്കൻ അതിർത്തിയും കരുനാഗപ്പള്ളി യൂണിയൻ്റെ വടക്കൻ അതിർത്തിയും ഇത് രണ്ടും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ശാഖായോഗമാണ്. നമ്മുടെ ഈ റെഗുലർ ക്രോസിന് കിഴക്കും റെഗുലർ ക്രോസിന് പടിഞ്ഞാറും അങ്ങനെ രണ്ട് വേറെ കൃത്യം പിടിച്ചാണ് ഇവിടെ പല കാര്യങ്ങളും സംസാരിക്കുന്നത്. ഇത് നമുക്കതല്ല ആവശ്യം. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഒരുമിച്ച് ശ്രീനാരായണ ഗുരുദേവൻ്റെ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. ഇവിടെ സെക്രട്ടറി പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങളും പരിപാടികളൊന്നും ശാഖായോഗത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു. റിപ്പോർട്ട്, വരവ് ചെലവ് കണക്കുകൾ എന്നിവ ശാഖാ സെക്രട്ടറി M സഹദേവൻ അവതരിപ്പിച്ചു. ചർച്ചകൾക്ക് ശേഷം ഐക്യകണ്ഠേന പാസാക്കുകയും ചെയ്തു. തുടർന്ന് പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തു. പുതിയ ഭരണസമിതിയുടെ ലിസ്റ്റ് റിട്ടേണിംഗ് ഓഫീസർ പാനക്കൽ ദേവരാജൻ വായിച്ചു. അധ്യക്ഷൻ അംഗീകരിച്ചു. പുതിയ ഭരണസമിതി അംഗങ്ങളെ അഭിനന്ദിക്കുന്ന ചടങ്ങും നടന്നു. യൂണിയൻ കൗൺസിലർ മുനമ്പൽ ബാബു, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ കൺവീനർ VS സോണി, വിജയൻ, രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പുതിയതായി തെരഞ്ഞെടുത്ത പ്രസിഡന്റ് ജയകുമാർ നന്ദി പറഞ്ഞു. സീഡ് ന്യൂസ് കായംകുളം.